പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏതാനും ദിവസങ്ങളായി സഭയാം വൃക്ഷം ഏതെല്ലാം നിലകളിലാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് നാം ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രത്യേകിച്ച് യോവേൽ പ്രവചനത്തിൽ കൂടെ നാം ചിന്തിച്ചു. തുള്ളൻ, വെട്ടുക്കിളി, വിട്ടിൽ, പച്ചപ്പുഴു തുടങ്ങിയ കീടങ്ങൾ സഭയെ എങ്ങനെ നശിപ്പിച്ചു എന്നതിനെക്കുറിച്ച് അതിൻ്റെ ആത്മീക അർത്ഥത്തിൽ നാം ചിന്തിച്ചു വരികയാണല്ലോ. അഥവാ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. വിശ്വാസത്താലുള്ളതായ നീതീകരണവും അവസാനം പച്ചപ്പുഴുവിൻ്റെ ആക്രമണത്തോടുകൂടെ നശിപ്പിക്കപ്പെട്ട അനുഭവം നമ്മൾ കാണുവാനിടയായി തീർന്നു. മാർട്ടിൻ ലൂതർ 1483 1546 ആ കാലഘട്ടത്തിൽ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഉടഞ്ഞ കണ്ണാടി തുണ്ടുകൾക്ക് മുകളിലൂടെ കൈകാലുകൾ കൊണ്ട് ഇഴഞ്ഞ് താന് പള്ളിയുടെ പടികൾ കയറുമ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. മാർട്ടിൻ ലൂതർ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ശബ്ദം താൻ കേൾക്കുകയും സ്വർഗത്തിൽ നിന്ന് വലിയ പ്രകാശം കാണുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പല നിലകളിൽ സ്വയത്യാഗം കൊണ്ട് തനിക്ക് മോക്ഷം നേടാം എന്ന് കരുതിയ മാർട്ടിൻ ലൂതറും അദ്ദേഹത്തെ പോലെയുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അനേകരും പിന്നീട് മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ് വിശ്വാസത്താലാണ് നീതീകരണം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ എന്ന്. അതേപോലെ പല പീഡനങ്ങൾ ആ കാലങ്ങളിൽ അനേകർ ഏറ്റുവാങ്ങുവാനായിട്ട് ഇടയായിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ, കാൽവിൻ, നോക്സ്, ഫ്ലെച്ചർ എന്നിവർ വിശ്വാസത്തിന് വേണ്ടി അനേക കഷ്ടതകൾ അവര് ഏറ്റുവാങ്ങിയവരാണ്. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ അനേക പ്രിയപ്പെട്ടവർ രക്തസാക്ഷിത്വം വഹിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. വിശ്വാസത്തിന് വേണ്ടി അവര് നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. തങ്ങളെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വളരെ പൈശാചികമാകുന്ന നിലയിൽ അവരെ കൊന്നുമുടിച്ചപ്പോൾ അല്ല, അവരെല്ലാം വിശ്വാസത്തിന് വേണ്ടി ഉറച്ച് നിന്ന് സ്വർഗം പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഇന്ന് നാം നോക്കുമ്പോൾ അപ്രകാരമുള്ളതാകുന്ന വിശ്വാസം ഇന്നുണ്ടോ? മനുഷ്യൻ പലപ്പോഴും ഒരു പ്രസ്ഥാനമായി, അല്ലെങ്കിൽ സഭകൾ പ്രസ്ഥാനമായി ഒക്കെ തരം താണുകൊണ്ടിരിക്കുന്നതാകുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെട്ട് ഒരു ഫാഷന് വേണ്ടി മാത്രം ഇങ്ങനെ പോകുന്ന ഒരു അനുഭവമാണ് എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ അന്ത്യകാലത്ത് സഭ വീണ്ടും ആ വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്ക് മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷ കരസ്ഥമാക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ കാലഘട്ടം നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവിന്റെ മടങ്ങിവരവിന്റെ കാലടി ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംഭവങ്ങൾ അത് വിളിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ, നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്ന ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അഥവാ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ടിയാണ് സ്വർഗം അവിടുന്ന് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. നമ്മെ ചേർക്കുവാനാണ് അവിടുന്ന് എത്രയും വേഗം മധ്യാകാശത്തിൽ മടങ്ങി വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ രക്ഷയിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കാം, വചനത്തിൽ ഉറച്ചു നിൽക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അനുദീനം രക്ഷകൻ പക്ഷത്തോ നീ ശുദ്ധിയായി നടന്നിടുന്നത്, ക്രൂശേറിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ കുളിച്ചു
കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ.